നമസ്കാരം. ഡയബറ്റിസ് അഥവാ പ്രമേഹം എന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അഥവാ ഗ്ലൂക്കോസിന്റെ അളവ് സാധാരണയേക്കാൾ കൂടുതലാകുന്ന ഒരു ദീർഘകാല രോഗാവസ്ഥയാണ്. ശരീരം ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയോ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇൻസുലിൻ എന്ന ഹോർമോൺ കോശങ്ങളിലേക്ക് എത്തിച്ച് ഗ്ലൂക്കോസിനെ ഊർജമായി ഉപയോഗിക്കാൻ സഹായിക്കുന്നു. ഇൻസുലിന്റെ കുറവോ പ്രവർത്തനക്ഷമതയിലെ പ്രശ്നമോ കാരണം ഗ്ലൂക്കോസ് രക്തത്തിൽ തന്നെ കൂടിച്ചേരുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ, നാം കഴിക്കുന്ന ആഹാരത്തിലെ പഞ്ചസാര ഉപയോഗിക്കുന്നതിലുള്ള ക്രമക്കേടാണ് ഡയബറ്റിസ് അഥവാ പ്രമേഹം. അമിതദാഹം, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കൽ, ശരീരഭാരം കുറയുക, ക്ഷീണം, അമിത വിശപ്പ്, കാഴ്ചമങ്ങൽ, മുറിവുകൾ വൈകി ഉണങ്ങുക, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. സമതുലിതമായ ആരോഗ്യകരമായ ഭക്ഷണം ഡയബറ്റിസ് നിയന്ത്രിക്കാൻ സഹായിക്കും. ഡയബറ്റിസ് നിയന്ത്രണത്തിന് ഡയറ്റ് പ്ലേറ്റ് എന്നത് ഒരു വെറും വാക്കല്ല. ഡയബറ്റിസ് നിയന്ത്രിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരിയായ ഭക്ഷണക്രമമാണ്. ഡയറ്റ് പ്ലേറ്റ് എന്ന ആശയം ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ സമതുലിതമായ ഭക്ഷണം ക്രമീകരിക്കാം. ഒരു സാധാരണ പ്ലേറ്റ് 4 ഭാഗങ്ങളായി വിഭജിച്ചാൽ പകുതി പ്ലേറ്റ് പച്ചക്കറികൾ അഥവാ വെജിറ്റബിൾസ്, അതായത് പ്ലേറ്റിന്റെ പകുതി ഭാഗം പച്ചക്കറികളായിരിക്കണം. വെള്ളരിക്ക, ക്യാരറ്റ്, വേവിച്ച ബീൻസ് ഇവ ഉൾപ്പെടുത്താം. ശരീരത്തിന്റെ ആൽക്കലൈൻ pH നിലനിർത്താൻ വെള്ളരിക്ക നല്ലതാണ്. ഡയബറ്റിസ് കുറയ്ക്കാനും അസിഡിറ്റി കുറയ്ക്കാനും വെള്ളരിക്ക നല്ലതാണ്. ദഹനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വയറിന് അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ പെട്ടെന്നൊരു വെള്ളരിക്ക ചവച്ച് കഴിച്ചു നോക്കൂ. അസ്വസ്ഥത വളരെ പെട്ടെന്ന് മാറിക്കിട്ടും. കിഡ്നി സ്റ്റോൺ വരാതിരിക്കാനും വെള്ളരിക്ക കഴിക്കുന്നത് നല്ലതാണ്. പച്ചക്കറികളിൽ ഫൈബർ കൂടുതലായതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ ഉയർച്ച നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. പ്ലേറ്റിലെ 4/1 ഭാഗം ഏതെങ്കിലും പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. പകുതി ആപ്പിൾ, ഒരു പേരയ്ക്ക ഒക്കെ ആകാം. ആപ്പിളും പേരയ്ക്കയും രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് കൂട്ടുകയില്ല. ഏത്തപ്പഴമാണെങ്കിൽ അധികം പഴുക്കാത്ത വേവിച്ച പകുതി പഴം കഴിക്കാവുന്നതാണ്. ഇവ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകളും നൽകുന്നു. മധുരം കൂടിയ പപ്പായ, മുന്തിരി, മാങ്ങ എന്നിവയിലൊന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അളവിൽ കുറച്ച് മാത്രം ഉപയോഗിക്കുക. 10 മുതൽ 15 വരെ നിലക്കടലയോ മറ്റു നട്ടുകളോ ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ദിവസവും ഒരു മുട്ട കഴിക്കാവുന്നതാണ്. മുട്ട, നിലക്കടല, പയറുവർഗ്ഗങ്ങൾ എന്നിവ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ നൽകുകയും വിശപ്പിനെ ശമിപ്പിക്കുകയും ചെയ്യുന്നു. പ്ലേറ്റിലെ 4/1 മാത്രമേ കാർബോഹൈഡ്രേറ്റ് ഉപയോഗിക്കാവൂ. അരി പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ രക്തത്തിലെ ഷുഗർ പെട്ടെന്ന് ഉയർത്താൻ കാരണമാകും. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഒരു ഇഡ്ഡലിയോ ഒരു ദോശയോ ഒരു ചപ്പാത്തിയോ കറികൾ ചേർത്ത് ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ലഞ്ചിന് ഒരു മീഡിയം തവി ചോറ് മാത്രമേ കഴിക്കാവൂ, അതായത് ഒരു സാധാരണ പ്ലേറ്റിന്റെ 4/1 ഭാഗം മാത്രം. ഏത് ആഹാരവും മിതമായ അളവിൽ കഴിക്കാം. വയറ് നിറച്ച് ആഹാരം കഴിക്കുന്ന ശീലം ഒഴിവാക്കണം. അളവ് നിയന്ത്രണം അത്യാവശ്യമാണ്. എണ്ണയും പഞ്ചസാരയും കുറയ്ക്കുക. ദിവസവും വ്യായാമം ചെയ്യുക. ചെറിയ ചെറിയ ജോലികൾ, വസ്ത്രങ്ങൾ അലക്കുന്നത്, വീട് വൃത്തിയാക്കുന്നത്, അങ്ങനെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നതിലൂടെ കഴിച്ച ഭക്ഷണത്തിലെ ഊർജം ഉപയോഗിക്കപ്പെടുകയും അത് രക്തത്തിലെ ഷുഗർ നിയന്ത്രിക്കാൻ കാരണമാവുകയും ചെയ്യും. സമയബന്ധിതമായി ഭക്ഷണം കഴിക്കുന്നത് ആഹാരങ്ങൾക്കിടയിൽ 3-4 മണിക്കൂറിന്റെ ഇടവേള വേണം. ഇടയ്ക്ക് വിശന്നാൽ ഒരു വെള്ളരിക്കയോ ക്യാരറ്റോ പേരയ്ക്കയോ ഒക്കെ കഴിക്കാം. ചോക്ലേറ്റ്സ്, ബിസ്ക്കറ്റ്സ്, അലുവ, ബേക്കറി ഐറ്റംസ് ഇതെല്ലാം ഒഴിവാക്കണം. അതിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിലും അധികം പഞ്ചസാരയുണ്ട്. ശരീരഭാരം നിയന്ത്രിക്കുന്നത് വളരെ പ്രയോജനമാണ്. ആരോഗ്യകരമായ ഒരു പുരുഷന്റെ അരയുടെ വണ്ണം 90 സെന്റിമീറ്ററും സ്ത്രീയുടേത് 80 സെന്റിമീറ്ററുമാണ്. വണ്ണം കൂടുതലാണെങ്കിൽ ഭാരം നിയന്ത്രിക്കുന്ന വ്യായാമങ്ങൾ ചെയ്യുക. രക്തത്തിലെ പഞ്ചസാര കൃത്യമായി പരിശോധിക്കുക. ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകളോ ഇൻസുലിനോ കൃത്യമായി ഉപയോഗിക്കുക. ശരിയായ ഉറക്കം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്യുക. ഉറങ്ങുന്നതിന് മുമ്പ് മൊബൈൽ, TV മുതലായവയെല്ലാം ഓഫ് ചെയ്യുക. ഓർക്കുക, നല്ല ഭക്ഷണം, സ്ഥിരമായ വ്യായാമം, മതിയായ ഉറക്കം. നല്ല ഭക്ഷണം, സ്ഥിരമായ വ്യായാമം, മതിയായ ഉറക്കം. ഈ 3 ശീലങ്ങളാണ് ഡയബറ്റിസ് നിയന്ത്രണത്തിന്റെ ശക്തമായ അടിത്തറ. ശരിയായ ചികിത്സയും ആരോഗ്യകരമായ ജീവിതശൈലിയും പിന്തുടർന്നാൽ ഡയബറ്റിസ് ഫലപ്രദമായി നിയന്ത്രിക്കാനും ആരോഗ്യത്തോടെ ജീവിക്കാനും കഴിയും. ആരോഗ്യകരമായ ജീവിതശൈലി തിരഞ്ഞെടുക്കൂ. ആരോഗ്യം നിലനിർത്തൂ. നന്ദി.
വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ.